നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് മെയ് 21 ബുധൻ 2025. വാർത്തകളിലേക്ക്. വേതന വർധന ആവശ്യപ്പെട്ട് സെക്രട്ടറിന് മുന്നിൽ സമരം നടത്തുന്ന ആശാവർക്കറുമായി ഇനി ചർച്ചയിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമരം ഇന്നലെ 100 ദിവസം പിന്നിട്ടിരുന്നു. സർക്കാരിന്റെ പിടിവാശിയിൽ പ്രതിഷേധിച്ച് 100 പന്തങ്ങൾ കൊളുത്തി ആശാവർക്കർമാർ തലസ്ഥാനത്ത് പ്രതിഷേധ ജ്വാല നടത്തി. അതേസമയം ആശമാരുടെ ധർമ്മസമരത്തിന് കേരള മനസ്സാക്ഷിയുടെ പിന്തുണയുണ്ടെന്നും സർക്കാർ കാണിക്കുന്ന ക്രൂരത ജനം സഹിക്കില്ലെന്നും സമരപന്തലിലെത്തിയ KPC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. കഴിഞ്ഞ 9 വർഷത്തെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ. വികസനത്തിന്റെയും സാമൂഹ്യ പുരോഗതിയുടെയും 9 വർഷമാണ് കടന്നുപോയെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. LDF സർക്കാരിന്റെ ലക്ഷ്യം വികസനമാണെന്നും വെള്ളിയാഴ്ച സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്യുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അഴിമതി, സ്വജനപക്ഷപാതം, കെടുകാര്യസ്ഥത കഴിഞ്ഞ 4 വർഷത്തെ രണ്ടാം പിണറായി സർക്കാർ ഇതിൽ മെച്ചപ്പെട്ട വാക്കുകൾ കൊണ്ട് അടയാളപ്പെടുത്താനാവില്ലെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല. സർവ്വ മേഖലകളിലും അഴിമതിയും സ്വജനപക്ഷവും നിറഞ്ഞിരിക്കുന്നുവെന്നും മുഖ്യമന്ത്രി തന്നെ മാസപ്പടി വാങ്ങുന്ന ഒരു മന്ത്രിസഭയെക്കുറിച്ച് കൂടുതൽ ഒന്നും പറയേണ്ട ആവശ്യമില്ലെന്നും ചെന്നിത്തല വ്യക്തമാക്കി. ദേശീയപാതകളിലെ തകർച്ച വിശദമായി പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദേശീയപാത അതോറിറ്റിയുമായി ആലോചിച്ച് നിർമ്മാണത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം നിർമ്മാണ ചുമതല കേന്ദ്രത്തിനാണെന്ന് ആണ് ഇടത് സൈബർ ഹാൻഡിലുകളുടെ പ്രതിരോധം. വാർഷിക നാളിലെ റോഡ് തകർച്ച പ്രതിപക്ഷത്തിന് കിട്ടിയ മികച്ച ആയുധമാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ദേശീയപാതയിലെ തകർച്ചയ്ക്കെതിരെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വയലും നീരൊഴുക്കും ഇല്ലാതാക്കിയുള്ള നിർമ്മാണമാണ് തകർച്ചയ്ക്കുള്ള കാരണമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. മലപ്പുറത്ത് ദേശീയപാത തകർന്ന സംഭവത്തിലാണ് ബിനോയ് വിശ്വം പ്രതികരിച്ചത്. സ്വർണ്ണമാല കാണാതായ സംഭവത്തിൽ ദളിത് സ്ത്രീയെ അന്യായമായി കസ്റ്റഡിയിൽ വെച്ച് മാനസികമായി പീഡിപ്പിച്ചതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോലീസ് സ്റ്റേഷൻ അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നുവെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു. CM ഓഫീസിൽ വന്നപ്പോൾ പരിശോധിക്കാമെന്നാണ് പറഞ്ഞതെന്നും പരിശോധനയ്ക്കുള്ള താമസം മാത്രമേ CM ഓഫീസിൽ നിന്ന് ഉണ്ടായിട്ടുള്ളൂ എന്നാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. പേരൂർക്കടയിൽ ദളിത് സ്ത്രീയെ മോഷണക്കുറ്റം ആരോപിച്ച് അന്യായമായി കസ്റ്റഡിയെടുത്ത സംഭവത്തിൽ കൂടുതൽ നടപടികൾ. ബിന്ദുവിനെ കസ്റ്റഡിയിൽ അവമാനിച്ച സംഭവത്തിൽ പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ ASI പ്രസന്നയും സസ്പെൻഡ് ചെയ്യും. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഡ് ചെയ്യാൻ കമ്മീഷണർ തീരുമാനിച്ചത്. വന്യമൃഗ നിയന്ത്രണത്തിന് ലോകത്താകെ നടപ്പാക്കുന്നത് നായാട്ടുപോലത്തുള്ള നടപടിക്രമങ്ങളാണെന്നും ഇന്ത്യയിലും ഇതിന് അനുമതി വേണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളയിൽ ഇന്നില്ലെങ്കിൽ നാളെ യാഥാർത്ഥ്യമാവുക തന്നെ ചെയ്യുമെന്നും പറഞ്ഞ മുഖ്യമന്ത്രി ഇപ്പോൾ അതിന് പാരവെച്ചത് കേരളത്തിലെ BJP നേതൃത്വമാണെന്ന് പരോക്ഷമായി പറയുകയും ചെയ്തു. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തിൽ വികസന പദ്ധതികൾ വിശദീകരിച്ചുകൊണ്ടുള്ള പത്രസമ്മേളനത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണം. സംസ്ഥാനത്തെ 941 ഗ്രാമപഞ്ചായത്തുകളിലെ വാർഡ് വിഭജനം പൂർത്തിയായി. വാർഡുകൾ വിഭജിച്ചതിന്റെ അന്തിമ വിജ്ഞാപനം സർക്കാർ പുറത്തിറക്കി. ഇതോടെ സംസ്ഥാനത്ത് 1375 വാർഡുകളാണ് പുതുതായി ഉണ്ടായി. ഇതിൽ ഏറ്റവും അധികം വാർഡുള്ളത് മലപ്പുറം ജില്ലയിലാണ്. 221 വാർഡുകളാണ് പുതുതായി ഉണ്ടായത്. ഏറ്റവും കുറവ് വാർഡുകൾ ഉണ്ടായത് വയനാട് ജില്ലയിലാണ്, 37 എണ്ണം. പുതിയ വാർഡുകൾ വരുന്നതോടെ സംസ്ഥാനത്ത് 941 ഗ്രാമപഞ്ചായത്തുകളിലായി 17,337 വാർഡുകൾ ഉണ്ടാവും. കേരളത്തിന്റെ സ്വന്തം ഇന്റർനെറ്റ് കണക്ഷനായ KFoneന് 1 ലക്ഷത്തിലധികം ഉപഭോക്താക്കൾ. വാഹന ഗതാഗതം പോലും പ്രയാസമുള്ള ആദിവാസി ഊരുകളിലും ദ്വീപ് പ്രദേശങ്ങളുൾപ്പെടെ സംസ്ഥാനത്തുടനീളം കണക്ഷനുകൾ നൽകിയാണ് 1 ലക്ഷം ഉപഭോക്താക്കളെന്ന നേട്ടത്തിലേക്ക് KFone എത്തിയത്. ആകെ 3800 ലോക്കൽ നെറ്റ്വർക്ക് പ്രൊവൈഡർമാർ കണക്ഷൻ നൽകിയതിനായി KFoneുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുമുണ്ട്. പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ തീപിടുത്തത്തിൽ മകൻ നഷ്ടപ്പെട്ട അമ്മയ്ക്ക് 12 ലക്ഷം രൂപ നഷ്ടപരിഹാരം വിധിച്ച് കോട്ടയം ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. നടപടിക്രമങ്ങളുടെ ചിലവായി 10,000 രൂപയും നൽകണം. പാലാ രാമപുരം സ്വദേശിനി കുസുമം AB നൽകിയ പരാതിയിലാണ് കമ്മീഷൻ നടപടി. 2020 നവംബർ 18 കേസിനാസ്പദമായ സംഭവം നടന്നത്. ആലപ്പുഴ പൂച്ചക്കാൽ സ്വകാര്യ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് 2 പെൺകുട്ടികളെ കാണാതായി. സൂര്യ, അനിൽകുമാർ, ശിവകാവി എന്നിവരെയാണ് കാണാതായത്. ദിശ കാരുണ്യ കേന്ദ്രം ഗേൾസ് ഹോം എന്ന ശിശു സംരക്ഷണ കേന്ദ്രത്തിലാണ് കാണാതായ. സംഭവത്തിൽ പൂച്ചക്കാൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുട്ടികൾ 2 പേരും പുലർച്ചെ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ഇറങ്ങിപ്പോകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചുകൊണ്ട് കുട്ടികളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ പൂച്ചക്കൽ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കാൻ നിർദ്ദേശവും നൽകി. പത്തനംതിട്ട വരയന്നൂരിലെ സുരേഷിന്റെ മരണത്തിൽ ഉന്നതതല അന്വേഷണം. പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച സുരേഷിന് തൂങ്ങി മരിച്ചതിൽ ദുരൂഹമുണ്ടെന്ന് കുടുംബം ആരോപിച്ചാണ് ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചത്. DIG അജിത് ബേഗത്തിൻ്റെതാണ് നിർദ്ദേശം. പത്തനംതിട്ട അഡീഷണൽ SPക്കാണ് അന്വേഷണ ചുമതല. അശോക സർവകലാശാലയിലെ പ്രൊഫസറുടെ അറസ്റ്റിനെതിരായ ഹർജി നാളെ സുപ്രീംകോടതി പരിഗണിക്കും. 2 ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. ജസ്റ്റിസ് സൂര്യകാന്തിന്റെയും ജസ്റ്റിസ് കോടീശ്വർ സിംഗിന്റെയും ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള പ്രൊഫസറുടെ Facebook പോസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്.
എറണാകുളം മൂഴിക്കുളത്ത് 3 വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞു കൊന്ന അമ്മയെ 2 ആഴ്ചയ്ക്ക് റിമാൻഡ് ചെയ്തു കോടതി. തിങ്കളാഴ്ച വൈകിട്ട് ഭർത്തൃഗൃഹത്തിൽ നിന്ന് കുഞ്ഞുമായി പോയ സന്ധ്യ സ്വന്തം വീടിനടുത്ത് വെച്ചാണ് കുഞ്ഞിനെ പാലത്തിൽ നിന്ന് ചാലക്കുടി പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ് കൊന്നത്. ഇന്നലെ പുലർച്ചെയാണ് കുഞ്ഞിന്റെ മൃതശരീരം കണ്ടെടുക്കുന്നത്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് ശൃംഖല മുഖ്യകണ്ണി പിടിയിൽ. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾക്ക് ലഹരി എത്തിക്കുന്ന മൊത്ത വിൽപ്പനക്കാരനായ മംഗലാപുരം സ്വദേശി ഇമ്രാൻ ആണ് പിടിയിലായി. കോഴിക്കോട് കുന്നമംഗലം പോലീസാണ് കർണാടകയിൽ നിന്ന് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ IB ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യയിൽ പ്രതിയായ സുഹൃത്ത് സുശാന്ത് സുരേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി മറ്റന്നാളത്തേക്ക് മാറ്റി. കേസ് ഡയറി പരിശോധിക്കട്ടെ എന്ന് കോടതി പറഞ്ഞു. IB ഉദ്യോഗസ്ഥ ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി സുശാന്തിന്റെ അച്ഛനെയും അമ്മയും കഴിഞ്ഞ മാസം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. സുശാന്തിനെ ഇനിയും കണ്ടെത്താനാകാത്ത സാഹചര്യത്തിലായിരുന്നു പോലീസിന്റെ നീക്കം. ശരീരത്തിലെ കൊഴുപ്പ് നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയ തുടർന്ന് യുവതി ഗുരുതരാവസ്ഥയിലായെന്ന പരാതി സിറ്റി പോലീസ് കമ്മീഷൻ അന്വേഷിക്കുമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ട്. റിപ്പോർട്ട് 1 മാസത്തിനകം സമർപ്പിക്കണം. ഹോട്ടലിൽ ഊണിന് കറിയുടെ അളവ് കുറഞ്ഞു പോയത് ചോദ്യം ചെയ്തതിനെ തുടർന്ന സംഘർഷത്തിൽ കലാശിച്ചു. ഇടുക്കി കട്ടപ്പനയിലാണ് സംഭവം. കല്യാണത്തിന് വസ്ത്രം എടുത്ത ശേഷം ഭക്ഷണം കഴിക്കാനെത്തിയ പ്രസ്തുത വരൻ ഉൾപ്പെടെ 6 പേർക്ക് പരിക്കേറ്റു. ഹോട്ടൽ ജീവനക്കാർ ഒരാൾക്കും പരിക്കുണ്ട്. കട്ടപ്പന പുളിയന്മല റോഡിൽ പ്രവർത്തിക്കുന്ന ആമ്പാടി ഹോട്ടലിലാണ് സംഭവത്തിൽ കട്ടപ്പന പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സംസ്ഥാന ചൊവ്വാഴ്ച പെയ്ത അതിതീവ്ര മഴയിൽ കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും പാലക്കാടും കൊച്ചിയിലും വ്യാപക നാശം. ശക്തമായ മഴയിൽ കോഴിക്കോട് നഗരത്തിൽ താഴ്ന്ന ഇടങ്ങളിൽ വെള്ളം കയറി. കണ്ണൂരിൽ തിങ്കളാഴ്ച വൈകിട്ട് മുതൽ അതിശക്തമായ മഴയാണ്. കനത്ത മഴയിൽ കാസർഗോഡ് നീലേശ്വരം മുതൽ പള്ളിക്കര വരെ ദേശീയപാതയിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. അതേസമയം സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിലും മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചൽ, വെള്ളപ്പൊക്ക സാധ്യതകൾ കണക്കിലെടുത്ത് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് അറിയിപ്പ്. അന്തരീക്ഷ ഘടകങ്ങൾ അനുകൂലമായതിനാൽ പ്രതീക്ഷിച്ചാലും നേരത്തെ കാലവർഷം കേരള തീരം തൊടുമെന്ന് മുന്നറിയിപ്പുകൾ. കർണാടകയിൽ സമ്പൂർണ്ണ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. അടുത്ത 2 ദിവസം സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്താകെ അതിതീവ്ര മഴ കനത്ത നാശം വിതയ്ക്കുന്ന പശ്ചാത്തലത്തിലാണ് സമ്പൂർണ്ണ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. ബംഗളൂരിലടക്കം അടുത്ത 2 ദിവസം കനത്ത മഴ തുടരുമെന്നാണ് പ്രവചനം. ചൊവ്വാഴ്ചയുണ്ട കനത്ത മഴയിലും ശക്തമായ കാറ്റിലും പൂനെയിൽ കൂറ്റൻ പരസ്യ ബോർഡ് നിലംപതിച്ചു. പാർക്ക് ചെയ്തിരുന്ന നിരവധി ബൈക്കുകൾക്ക് മുകളിലേക്കാണ് ബോർഡ് വീണത്. എന്നാൽ ആർക്കും പരിക്കേറ്റില്ലെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. ശക്തമായ മഴ പ്രതീക്ഷിക്കുന്നതിനാൽ മുംബൈയിൽ ചൊവ്വാഴ്ച ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ കന്നഡ നടി റന്യ റാവുവിന് ജാമ്യം അനുവദിച്ചു കോടതി. 2 ലക്ഷം രൂപയും 2 ആൾ ജാമ്യമാണ് ജാമ്യ വ്യവസ്ഥകൾ. ഇന്ത്യൻ സൈന്യത്തെ വീണ്ടും പുകഴ്ത്തി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. സൈന്യം വൈദഗ്ധ്യമുള്ള സർജനെ പോലെ പ്രവർത്തിച്ചെന്നും ഭീകരവാദികളുടെ വേര് നോക്കി ആയുധങ്ങൾ പ്രയോഗിച്ചുവെന്നുമായിരുന്നു രാജ്നാഥ് സിംഗിന്റെ പരാമർശം. ജമ്മു കാശ്മീരിലും അതിർത്തി പ്രദേശങ്ങളിലും പാകിസ്ഥാൻ നടത്തുന്ന ആക്രമണങ്ങളിലും അതിനകത്തുണ്ടായ തിരിച്ചടികളും ലോകത്തോട് നിലപാട് വ്യക്തമാക്കാൻ ഇന്ത്യ. എംപിമാരുടെ പ്രതിനിധിസംഘങ്ങൾ ഘട്ടം ഘട്ടമായി ഇന്ന് യാത്ര തിരിക്കുമ്പോൾ നിർണായക തീരുമാനങ്ങളാണ് കൈക്കൊണ്ടിട്ടുള്ളത്. ചൈനയും പാകിസ്ഥാനും ഒഴികെ UN എല്ലാ രക്ഷാസമിതി അംഗങ്ങളെയും കാണാനാണ് തീരുമാനം. ഒമാൻ ഒഴികെയുള്ള എല്ലാ GCC അംഗങ്ങളെയും കാണും. 7 പ്രതിനിധി സംഘങ്ങൾക്കൊപ്പം വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഉണ്ടാകും. ഉത്തർപ്രദേശിൽ ആശാവർക്കർമാർ കൊല്ലപ്പെട്ട നിലയിൽ 40-കാരിയായ രാജ്കുമാരി എന്ന യുവതിയെയാണ് ആലപ്പൂരിലെ ഒരു പാടത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിന് സ്ഥാനക്കയറ്റം. അസീം മുനീറിനെ ഫീൽഡ് മാർഷൽ പദവിയിലേക്ക് ഉയർത്താനുള്ള നിർദ്ദേശത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയതായാണ് റിപ്പോർട്ടുകൾ. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ കടുത്ത നടപടികളുമായി ചൈന. യാത്ര, ഭക്ഷണം, ഓഫീസ് എന്നിവയ്ക്കുള്ള ചെലവ് കുറയ്ക്കാൻ ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടെന്ന് ഔദ്യോഗിക വാർത്താ ഏജൻസിയായ സിൻഹുവ റിപ്പോർട്ട് ചെയ്യുന്നു. വിനോദസഞ്ചാരികൾക്ക് താമസരം നൽകുന്ന റെന്റൽ പ്ലാറ്റ്ഫോമായ Airbnb-യിൽ നിന്ന് 66,000 വാടക വീടുകൾ നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ട് സ്പെയിൻ സർക്കാർ. കൂടുതൽ സഹായം എത്തിയില്ല. 48 മണിക്കൂറിനും ഗാസയിൽ 14,000 കുട്ടികൾ മരിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയെ ഇന്നലെ മുന്നറിയിപ്പ് നൽകി. ഗാസയിലെ മാനുഷിക സഹായം നിഷേധിക്കുന്ന ഇസ്രായേൽ നടപടിക്കെതിരെ ബ്രിട്ടൻ, ഫ്രാൻസ്, കാനഡ എന്നീ രാജ്യങ്ങൾ ശക്തമായ നിലപാടുമായി രംഗത്തിന് പിന്നാലെയാണ് ഐക്യരാഷ്ട്രസഭ അധികൃതരുടെ പ്രതികരണം. ഗാസയിൽ ആക്രമണം തുടർന്ന സാഹചര്യത്തിൽ ഇസ്രായേലുമായുള്ള വ്യാപാര ചർച്ചകൾ മരവിപ്പിച്ചു ബ്രിട്ടൻ. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.